സ്കെച്ചേഴ്സ് ബൂട്ട്സ് എന്ന് പറയുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയ ഷൂവിലെ സെക്കൻഡ് പെയർ ആണ് കേട്ടോ. ഒരു എന്താ പറയുന്നത്, ഒരു വിൻ്റർ ടൈമിൽ ഒരു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വാങ്ങിയ സെക്കൻഡ് പെയർ ആണ് കേട്ടോ. ദിസ് വൺ ഐ ലൈക്ക് വെരി മച്ച്. ഇതിങ്ങനെ ഒരു ടോപ്പ്, ഒരു ലൈറ്റ് പർപ്പിൾ കളറിൽ, ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടാം കേട്ടോ. ഇത് എനിക്ക് മെയിനായിട്ടും ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാമെന്നുള്ള പർപ്പസിലാണ് ഞാൻ മേടിച്ചത്. വിറ്റമിൻ എൻറിച്ച് ഫേസ് ബേസ്, ബ്രാൻഡ് ബോബി ബ്രൗണിൻ്റെ തന്നെയാണ്. ഹായ് എവരി വൺ. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ നടത്തിയ ഷോപ്പിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ, ഏത് തരത്തിലുള്ള ഓഫറുകളൊക്കെയാണ് US-ലെ ബ്ലാക്ക് ഫ്രൈഡേ സെയിലിലുള്ളതെന്നുള്ളത് നമ്മൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളുടെയൊക്കെ ഷെയർ ചെയ്യുകയാണ്. ഒരു US വിസിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് ഈ ഒരു സെയിൽ എങ്ങനെയൊക്കെ ആയിരിക്കും, എവിടെ നിന്നൊക്കെ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കൗണ്ടുകൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം ഞാനിത് വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം, ഓൾമോസ്റ്റ് ഒരു 1 month ആയി. അതിനുശേഷം എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു. നമ്മളുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ട് പോകുമായിരുന്നു. ഇത് നമ്മൾ സാൻ ഫ്രാൻസിസ്കോയുടെ അടുത്തുള്ള ഗിൽഡ്രോയ് എന്ന് പറയുന്ന ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ് മോസ്റ്റ്ലി അന്ന് ഒരു വീഡിയോ ഷൂട്ടൊക്കെ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ കൂടുതലും ഷോപ്പിംഗ് അന്ന് ചെയ്തിരുന്നത്. അതുകൂടാതെ അത് 2 ദിവസം ഉണ്ടല്ലോ, 2-3 ദിവസമുണ്ട്. അപ്പോൾ ഫ്രൈഡേ തുടങ്ങിയ ഫ്രൈഡേ ആയിരിക്കും മോസ്റ്റ് ആയിട്ടുള്ള കൂടുതലും നമുക്ക് ആ ഒരു ഡിസ്കൗണ്ടൊക്കെ കിട്ടുന്നത് ആ ഒരു ദിവസമായിരിക്കും. സാറ്റർഡേയും നമുക്ക് ഷോപ്പുകളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ കുറേ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ഞാൻ വേറെ കുറച്ച് ഷോപ്പിൽ പോയിട്ട് അവിടെ നിന്നും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ മൺഡേ എന്ന് പറയുന്നത് സൈബർ മൺഡേ എന്ന് പറയാനാണ്. അപ്പോൾ ആ മൺഡേയിലാണ് നമുക്ക് ഓൺലൈനിൽ കൂടുതലും സെയിൽസ് ആ മൺഡേയിലായിരിക്കുള്ളൂ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഓൺലൈനിൽ കാർട്ടിലെടുത്ത് വെച്ചിട്ട് മൺഡേ വന്നപ്പോൾ ഓർഡർ ഇട്ടു. അപ്പോൾ അതെല്ലാം കൂടി നമുക്ക് ഓൺലൈൻ പർച്ചേസായിട്ട് അങ്ങനെയും കുറച്ചുണ്ട്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതൊരു ലെങ്തി വീഡിയോ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെയാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി US-ലുള്ള ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ബ്ലാക്ക് ഫ്രൈഡേ അടുത്തിരിക്കുമ്പോൾ ഒരു 2-3 മാസം കൊണ്ട് ചിലപ്പം കളക്ട് ചെയ്ത് വെക്കുന്ന കുറേ ഇന്ന സാധനം മേടിക്കണം എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ വരുമ്പോൾ മേടിക്കാം. അങ്ങനെ നമ്മൾ വിചാരിച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നമ്മളൊരു വലിയൊരു പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ആ സമയത്തായിരിക്കും. കാരണം നല്ല ഓഫറുണ്ട് എല്ലാത്തിനും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ സാധനങ്ങൾ മേടിച്ച് വയ്ക്കും. പിന്നെ ചിലപ്പോൾ നമ്മളുടെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വരികയാണെങ്കിലും ആ ഒരു സമയത്ത് അതുപോലെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആ സമയത്ത് മേടിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇപ്പോൾ എന്തായാലും ഒന്നും ഇട്ട് കാണിക്കണമൊന്നുമില്ല. അത് ഞാൻ ഓരോ ദിവസമായിട്ട് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ടോ പിന്നീട് പോസ്റ്റ് ചെയ്യാം. അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാനത് ഇടുമ്പോൾ ഉള്ള ഓരോ വീഡിയോസായിട്ട് കാണിച്ചു തരാം കേട്ടോ. ലൂസാണോ? नहीं लूज है, एक साइज छोटा लेके आते हैं. ഇത് മുഴുവൻ രജിയുടെ ഷോപ്പിംഗ് ആണ്, ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മളുടെ അങ്ങനെ ഫ്രൈഡേ ഷോപ്പിംഗ് തുടങ്ങി കഴിഞ്ഞു. ഫസ്റ്റ് സെറ്റ് ഓഫ് ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിംഗ്, ഫസ്റ്റ് സെറ്റ് ഓഫ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ പാർക്കിംഗ് ലോട്ടിൽ അങ്ങ് വരെ വണ്ടികളാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു 3 പാർക്കിംഗ് ലോട്ടുണ്ട്, അത് മുഴുവൻ വണ്ടികളായിരുന്നു. അത്ര ആൾക്കാർ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. സെയിം കളറാണോ അത്? സൈസ് ഡിഫറെന്റ്. This is my gift, Black Friday gift for you. Last time gift allarundu, so everybody is full. That was her. Yeah, that was mine. ഇപ്പോൾ സമയം ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഷോപ്പിംഗ് ചെയ്ത് മടുത്തു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് 2 ടോപ്പ് മാത്രമേ ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ളൂ. എനിക്കൊന്നുകിൽ സൈസ് പാകമാകുന്നില്ല, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിങ്ങനെ രജിക്കാണ് കൂടുതലും കിട്ടുന്നത്. ഷോപ്പിങ്ങിന് വന്നത് ഞാനാണ്, കൂടുതലും എല്ലാ സാധനങ്ങളും പുള്ളിക്കാണ് കിട്ടുന്നത്. ഇനി പുള്ളിയുടെ ഷോപ്പിംഗ് നിർത്തിയിട്ട് എൻ്റെയിലേക്ക് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ഞാനിവിടെ നല്ല മണം ഫ്രാഗ്രൻസിൻ്റെ ഒന്ന് കയറി നോക്കട്ടെ. പുള്ളി അത് വെക്കാനായിട്ട് പോയേക്കും, എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തെ ഞാൻ ഫ്രാഗ്രൻസിൻ്റെ അടുത്തൊന്ന് കയറി നോക്കട്ടെ. വർസാച്ചയുടെ ക്രിസ്റ്റൽ നോയർ എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഉണ്ടോ നോക്കാനാ ഇവിടെ കയറിയിരിക്കുന്നത്.
ഇവിടെ ഭയങ്കര തിരക്ക്, അത് കാരണം നമുക്കൊന്നും വാങ്ങാൻ പറ്റത്തില്ല. ആരും അറ്റൻഡ് ചെയ്യാനും കൂടി ഇല്ല. നമ്മളത് കാരണം പോയി ലഞ്ച് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാനൊരു ബീഫ് സ്റ്റൂവും സാൻഡ്വിച്ചും ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത്. റെജി ഒരു ചിക്കൻ സാൻഡ്വിച്ച്, ഞാനൊരു ഇത് താങ്ക്സ് ഗിവിങ് ടർക്കി സാൻഡ്വിച്ച് എന്ന് പറയും. ആ സൂപ്പ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാനത് റെജിക്ക് തന്നെ കൊടുത്തു. ഇത് ക്രാൻബെറി ജാമാണ് വെച്ചിരിക്കുന്നത്, ടർക്കി ആൻഡ് ദെൻ അതിൻ്റെ അടിയിൽ പൊട്ടറ്റോ സ്മാഷ്. എനിക്ക് വേണ്ടത് വസാച്ചയുടെ ക്രിസ്റ്റൽ നോയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമായിരുന്നു വേണ്ടത്. അത് ഞാൻ നോക്കുമ്പോൾ അതിന് ബ്ലാക്ക് ഫ്രൈഡേ ഡീൽ ഒന്നുമില്ല. അപ്പൊ പിന്നെ എപ്പോൾ വേണമെങ്കിലും എനിക്ക് വന്ന് മേടിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബ്ലാക്ക് ഫ്രൈഡേ ഡീൽസ് ഉള്ളത്, ഡിസ്കൗണ്ട് ഉള്ളത് സാധനങ്ങൾ മാത്രം ഇന്നത്തെ ലിസ്റ്റിൽ പെടുത്താം. ഇതിന് ഒരു ഡീലും ഇല്ല, കാരണം അത് അത്രയ്ക്ക് ഡിമാൻഡുള്ള സാധനമായിരിക്കും. മേ ബി വർസാച്ച ബ്രാൻഡും അത് കാരണം കൊണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് ടൈം എനിക്കത് വന്നിട്ട് വാങ്ങാം. അത് കാരണം ഇപ്പം ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ സ്മെല്ല് ഈ ഒരു പേപ്പറിൽ എടുത്തിട്ടുണ്ട്. പിന്നീടാണെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ഗിൽറോയ് ഔട്ട്ലെറ്റിന്റെ അപ്പുറത്തെ സൈഡിൽ കുറേ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ആ സൈഡിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യണ ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ പേരാണ് ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നതെന്നുള്ളത്. കൊളംബിയയിൽ 70% ഡിസ്കൗണ്ട് അവിടെ ബോർഡിൽ എഴുതിയിട്ടേക്കണം. ചെല്ലുമ്പോൾ ആയിരിക്കും നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ 10%, 20% ഒക്കെ ഡിസ്കൗണ്ട് ഉള്ളതേ നമുക്ക് ഇഷ്ടപ്പെടുള്ളൂ. പിന്നെ എന്താ കാര്യം, സ്കെച്ചേഴ്സിൽ പോകണം. ഇനി അടുത്തത് അരിയാത്ത വർക്കിൽ എനിക്കറിയില്ല, കുറേ പേരുടെ കയ്യിൽ അത് ഷൂ ആണോ അതിരിക്കണ കണ്ട്, അത് കാരണം ഞാൻ വിചാരിച്ച് പോകണമെന്ന്. സ്കെച്ചേഴ്സിൽ എന്തായാലും നോക്കണം ഷൂ. പിന്നെ ഇപ്പോൾ നമ്മൾ ഗിൽഡ്രോയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള ഔട്ട്ലെറ്റിൽ വന്നേക്കണം. ഇവിടെ ആക്ച്വലി 3 ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഇങ്ങനെ 3 സൈഡിലായിട്ട്. അപ്പുറത്ത് പോയി ഇതെല്ലാം കണക്റ്റഡ് ആണ്, പക്ഷെ ഒരു മെയിൻ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് വന്നൂല്ലോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ളതാണ്. ഇവിടെ സ്കെച്ചേഴ്സ് ഉണ്ട്, പിന്നെ മറ്റേ ക്രോക്സ് ഉണ്ട്, കെൽവിൻ ക്ലീൻ ഉണ്ട്, ലിവൈസ് ഉണ്ട്, അങ്ങനെ ഇവിടെയും കുറേ ബ്രാൻഡുകളുണ്ട്. നടന്നു വരാൻ കാരണം എൻ്റെ അമ്മേ നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പാർക്കിംഗ് കിട്ടില്ല. ഞങ്ങൾ രാവിലെ വന്ന് 10 മണിയായപ്പോൾ എത്തി, അത് കാരണം കൊണ്ട് മാത്രം കിട്ടിയതാണ്. ഈ ഡിസൈൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കേട്ടോ, പക്ഷേ ഈ സെയിം തന്നെ എൻ്റെ കയ്യിലുള്ള, അതുകൊണ്ട് ഞാൻ വീണ്ടും അത് തന്നെ മേടിക്കുന്നില്ല. കിട്ടിയാ? എനിക്ക് കിട്ടി. ഞാൻ ഫുൾ ബ്ലാക്ക് ഒരെണ്ണം എടുത്തു. हाँ अच्छा तो है, नाइस फॉर्मल लुक है ना. ഓ ഈ മനുഷ്യൻ്റെ ഒരു അവസ്ഥ. ആക്ച്വലി ഇവിടെ നമ്മൾ ഒരു പെയർ മേടിക്കുമ്പോൾ സെക്കൻഡ് പെയറിന് 50% ഓഫ് എന്നുള്ളൊരു ഡീലുണ്ടായിരുന്നു. അത് വളരെ നല്ലൊരു ഡീലായിരുന്നു. ഓൾമോസ്റ്റ് വലിയ വലിയ ഷോപ്പിങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമുണ്ട്, എൻ്റെ മനസ്സിങ്ങനെ വേഗം ചെല്ലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. വേറൊന്നുമല്ല, കോസ്മെറ്റിക്. അതിനകത്ത് ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഏറ്റവും അധികം അട്രാക്റ്റിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. യെസ്, ഇവിടെ എവിടെയോ ഉണ്ട്. എവിടെയാത്? യാ, അപ്പോൾ ലിപ്സ്റ്റിക് എടുക്കണം. പിന്നെ എന്തുവാ ഒരെണ്ണോടെ ഉണ്ടല്ലോ. യാ, ഒരു ടോപ്പും കൂടി എടുക്കാനുണ്ട്. മാറി നടക്കാം, പുറകില് വണ്ടി. നല്ല സ്റ്റഡി ബാഗാണല്ലേ, സ്റ്റഡി ആയിട്ടുള്ള ബാഗാ. ഇങ്ങനെ തൂക്കാം പുറകില്, ലൈക്ക് സ്കൂൾ ബാഗ്, ലൈക്ക് എ സ്കൂൾ ബാഗ്. Yeah, when you go to school you can take. Which school you will go now? ഇതാണ് ഞാൻ പറഞ്ഞ കോസ്മെറ്റിക് കമ്പനി സ്റ്റോർ. പക്ഷേ ഇതിനകത്ത് മൊബൈൽ ഇവർ അലോ ചെയ്യില്ല. ലാസ്റ്റ് ടൈം എൻ്റെ അടുത്ത് അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ്. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തൊക്കെയാണ് കിട്ടിയെന്നുള്ളത്. അങ്ങനെ ഷോപ്പിംഗ് ചെയ്ത് രാത്രിയായി. ഇനി വീട്ടിൽ പോ. ഇപ്പോഴും ഇവിടെ നോക്കണം എന്താളാണെന്ന് ഞാൻ കാണിച്ചു തരാം. എന്തുമാത്രം ആൾക്കാരാണ് ഇപ്പോഴും ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഈ മോളിൽ, ഈ ഔട്ട്ലെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. 9:30 വരെ ഉണ്ട് രാത്രിയിൽ. ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ കേട്ടോ. ഇവിടെ പെട്ടെന്ന് ഇരുട്ടാവുന്നതുകൊണ്ടാ. ഇങ്ങനെയൊന്നും ഇവിടെ ഒരിക്കലും പാർക്കിംഗ് ചെയ്യാറുള്ളതല്ല ആൾക്കാർ. പക്ഷെ ഒരു രീതിയിലും പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുവാണ് കേർബ് സൈഡിൽ. നമ്മൾ നടക്കുമ്പം കണ്ടോ
ഇവിടെ എല്ലാം വണ്ടികൾ നിർത്തിത്തരും നമുക്ക് നടന്നു പോകാനായിട്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊരു വ്യത്യാസമാണല്ലേ. നടക്കുന്നവർക്ക് കൂളായിട്ട് നടക്കാം, വണ്ടി ഓടിക്കുന്നവരെ ശ്രദ്ധിച്ച് ഓടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ വീട്ടിലെ ചോട്ടാസ ഇൻസ്പെക്ടർ. നമ്മൾ കൊണ്ടുവന്ന ബാഗൊക്കെ ചെക്ക് ചെയ്യുവാണ്. സ്കെച്ചേഴ്സ് ബൂട്ട്സ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ ഷൂവിലെ സെക്കൻഡ് പെയറാണ് കേട്ടോ. ഫസ്റ്റ് പെയർ ഫുൾ ബ്ലാക്ക് ആയിരുന്നു. അതിപ്പോൾ കുറച്ച് ദിവസം ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഒരു എന്താ പറയുന്നത്, ഒരു വിൻ്റർ ടൈമിൽ ഒരു കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് വാങ്ങിയ സെക്കൻഡ് പെയർ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഈ ഒരു ഷൂ. ആൻഡ് ഇത് രജിയുടെ ഫോർമൽ ഷൂ ആയിട്ട് ബ്ലാക്ക് വാങ്ങിയതാണ്. അതുപോലെ തന്നെ മോൾക്കും വർക്കിന് പോകുമ്പോൾ ഇടാനായിട്ട് അവൾക്ക് ഒരു ബ്ലാക്ക് ഷൂ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 3 പേരും ഓരോ ബ്ലാക്ക് ഷൂ വർക്ക് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങി. പിന്നെ ഒരു ലാസ്റ്റ് പെയർ വാങ്ങാനായിട്ട് ഉണ്ടായിരുന്നത് നമ്മൾ 50% ഓഫിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരെണ്ണം എടുത്തു. കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഷൂ വേണമായിരുന്നു. എനിക്ക് കുറേ നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കണമായിരുന്നു. അപ്പോൾ ബാക്കി 2 ഷൂവും ജസ്റ്റ് ബ്ലാക്ക് ആണ്. ഞാൻ എപ്പോഴെങ്കിലും ഇടുമ്പോൾ ഞാൻ കാണിച്ചു തരാം. മോൾ ഇട്ടിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ വർക്കിന്. അപ്പോൾ അതുകൊണ്ടും എനിക്ക് അത് കാണിക്കാൻ പറ്റത്തില്ല. US പോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇപ്പം ഈ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പ് ഉണ്ടല്ലോ, അതും അതിനോട് സിമിലർ ആയിട്ടുള്ള ടോപ്പാണ്. പക്ഷേ ഇത് ഇട്ടിരിക്കുന്നത് ഞാൻ വാങ്ങിയത് JC Penney എന്നാണ്. ഇത് US പോളോയുടെ ആണ്. ഒരു റാണി കളറിൽ ഓൾമോസ്റ്റ് സെയിം ഡിസൈനൊക്കെ തന്നെയാണ്. ഇച്ചിരി ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത് അതിൻ്റെ യാണിലുള്ളൊരു വ്യത്യാസമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഡിസൈൻസിലും. പിന്നെ ഇതിങ്ങനെ ഒരു ടോപ്പ്, ഒരു ലൈറ്റ് പർപ്പിൾ കളറിൽ ഇങ്ങനെ ഒരു ടോപ്പ് ഞാൻ മേടിച്ചു. ഇതും എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് പേർപ്പിൾ കളറായിട്ട് വന്ന ഈ ഒരു ഡിസൈനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഞാൻ 2 ടോപ്പ് അവിടെ നിന്ന് എടുത്തു. എനിക്ക് എല്ലാ ഷോപ്സിലും പോകുമ്പോൾ എൻ്റെ സൈസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ പെറ്റീറ്റ് എന്ന് പറയാനായിട്ട് അങ്ങനെയുള്ള ഒരു സൈസിലുള്ള ഇതാണ് എനിക്ക് ചേരുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ടോപ്പിനൊക്കെ ലെങ്ത് കൂടുതലും പിന്നെ ഷോൾഡറെല്ലാം താഴേക്ക് വന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പം പ്രോപ്പറായിട്ട് കിടക്കില്ല. അതുകൊണ്ട് എല്ലാ ബ്രാൻഡിൻ്റെ ഇതിനകത്ത് വരുമ്പോഴത്തേന് പെറ്റീറ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ചോയ്സ് കുറച്ച് കുറയും എനിക്ക്. പിന്നെ ഇത് ഒരു ബാഗ് മേടിച്ചാണ്. ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാനായിട്ടാണെങ്കിലും നല്ലൊരു ബാഗാണ്. ഒരു സ്ലിംഗ് ബാഗാണ്. അപ്പോൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ സൈഡിലിടാം. ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെ കൂട്ടാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരെണ്ണം ഞാനെടുത്തു. ബാക്കി ഞാൻ കുറച്ച് ആർക്ക് കൊടുക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അതിൻ്റെ തന്നെ ഒരു വെള്ള കളറാണ് കേട്ടോ. അതൊരു ലൈറ്റ് പിങ്ക് കളറായിരുന്നു. അപ്പോൾ ഇതൊരു വൈറ്റ് കളറിലുള്ള അത് ആ സെയിം ഡിസൈൻ തന്നെയാണ്. ഇതിനൊരു സിപ്പറേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ അത്യാവശ്യമൊക്കെ ഒരു പാർട്ടിയിലൊക്കെ പോകുമ്പോഴത്തേനും മൊബൈലും നമ്മുടെ പേഴ്സും കാര്യങ്ങളും അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളും എല്ലാം വെക്കാൻ പാകത്തിനുള്ള അത്ര മുഴുപ്പുണ്ട് താനും. എന്നാൽ സ്റ്റൈലിഷുമാണ്. പിന്നെ ഇത് എനിക്ക് മെയിനായിട്ടും ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാമെന്നുള്ള പർപ്പസിലാണ് ഞാൻ മേടിച്ചത്. കാരണം ഇപ്പോൾ എനിക്കുള്ളത് ചെറിയ ബാഗാണ്. അത് കുറേ നാളായിട്ട് ഉപയോഗിക്കണം. അപ്പോൾ എനിക്ക് ഇനി ഒരു വലിയ ബാഗ് ഉപയോഗിക്കണം എന്നൊരാഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാൻ US പോളോയിൽ നിന്ന് ഒരു വാങ്ങിയൊരു ബ്രൗൺ കളറിലൊരു ബാഗാണ്. അപ്പോൾ അതിനും ഇതുപോലെ ഒരു സിപ്പർ. ഇതെല്ലാം രജിക്ക് വാങ്ങിയ ടീഷർട്സുകളാണ് കേട്ടോ. ഇതൊക്കെ ടോമി ഹിൽഫിഗർ എന്നുള്ളതാണ്. അപ്പം രജിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കളേഴ്സ് ഇഷ്ടമില്ല. ഇഷ്ടമുള്ള കളേഴ്സ് എന്ന് പറയാനായിട്ട് ഗ്രേ, നേവി ബ്ലൂ, റെഡ്, വൈറ്റ്, ഇങ്ങനെ ഒരു 4 കളറാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വാങ്ങിയിരിക്കുന്നതിൽ ചില ടോമി ഹിൽഫിഗറിൻ്റെ ചില ഒരു വൈറ്റ് പുതിയത് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ, അല്ല പിന്നെ റെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെഡ് തന്നെ പുള്ളിക്ക് നേരത്തെ ടോമി ഹിൽഫിഗറിൻ്റെ എടുത്തതുണ്ട്. ആ സെയിം ഡിസൈൻ അതുപോലെ തന്നെ. പക്ഷെ വേറെ കളർ ഒന്നും പുള്ളിക്ക് ഇഷ്ടമാവുകയില്ല. അത് കാരണം കൊണ്ട് ആ സെയിം തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, വെറൈറ്റി ഉണ്ടെന്ന് തോന്നുകയില്ല. അത് പച്ച കളറൊന്നും ഇഷ്ടമല്ല. എന്നാലും ഇപ്രാവശ്യം ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു പച്ച എടുത്തിട്ടുണ്ട്. ഈ 4 കളറാണ് ആകെ ഇടുന്നതായിട്ട് മോസ്റ്റ്ലി ഇടുന്നത്. ഇതാണ് ഒരു ഗ്രീൻ കളറിലുള്ളത്. പിന്നെ ഇതൊക്കെ ടോമി ഹിൽഫിഗറിൻ്റെ എപ്പോഴും നമ്മൾ കാണുന്ന ഡിസൈനാണല്ലോ. വെരി കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഇത് തന്നെ നേരത്തെ പല വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിം ഡിസൈനും തന്നെ സെയിം കളർ കാണും. സെയിം ബ്രാൻഡ്, സെയിം ഡിസൈൻ, സെയിം കളർ. അത് തന്നെയാണ് വീണ്ടും പോയി എടുക്കുന്നത്. ഞാനൊക്കെയാണ് എനിക്ക് എപ്പോഴും മാറ്റിയെടുക്കാൻ ഞാൻ ശ്രദ്ധിക്കും.
ഇത് പിന്നെ ഒരു വൈറ്റ് കളറിൻ്റെ ഹുഡി ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ചേച്ചിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഉണ്ടായിരുന്നു അത് ഇട്ട് കാണിച്ചപ്പോൾ. അപ്പോൾ ഇത് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് ആയതുകൊണ്ട് ദേഹത്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒന്നും വീഴിക്കാതെയൊക്കെ വേണം ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാനായിട്ട്. അതാണ് ഒരു ചലഞ്ചിങ് തിങ് വൈറ്റ് എടുക്കുമ്പോൾ. പക്ഷേ ഇത് നല്ല രസമായിരുന്നു ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടീഷർട്ട്. ഇത് ഞാൻ JC Penney എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അത് ഞാൻ പിന്നീട് സാറ്റർഡേ പോയിട്ട് ചെയ്ത ഷോപ്പിംഗ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വെസ്റ്റ് എടുത്തു. ഇതിങ്ങനെ നമുക്ക് തണുപ്പത്ത് ഇടാനായിട്ട് നല്ലതാണ്. ഈ ഇതിൻ്റെ പൊക്കത്തേക്ക് ഒരു ചെറിയ ജാക്കറ്റായിട്ട് നമുക്കിടാം. അപ്പോൾ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയപ്പോൾ ഇത് ഉപയോഗിച്ചായിരുന്നു. അപ്പം ഇതൊരു വെസ്റ്റ് എടുത്തു. പിന്നീട് കാരണം നമുക്ക് ചില ദിവസങ്ങളിൽ ഒരുപാട് തണുപ്പ് കൂടുതലായിരിക്കും, വിൻഡും എല്ലാം കൂടി വരുമ്പോഴത്തേനും ഈ ഒരു ഇട്ടിരിക്കുന്ന പോലത്തെ സ്വെറ്റർ അതിൻ്റെ പൊക്കത്ത് ജാക്കറ്റ് ഇട്ടാൽ ചിലപ്പം എന്നാലും ചിലപ്പോൾ തണുപ്പ് പിന്നീട് തോന്നും. കാരണം ഞാൻ ഭയങ്കര സെൻസിറ്റീവാണ് തണുപ്പിനോട്. അപ്പോൾ ഇങ്ങനെ ഒരു വെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലെയർ ഓഫ് കോട്ടിങ് കൂടി കിട്ടും. അപ്പോൾ തണുപ്പനുസരിച്ച് നമുക്കത് വെസ്റ്റ് മാത്രം ഇടുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഇങ്ങനത്തെ ടോപ്പായിട്ട് വേണമെങ്കിലും ഇടാം. അപ്പോൾ എപ്പോഴും വെതർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് 2-3 ലെയർ തുണികളാണ് നമ്മൾ ഈ ജാക്കറ്റ്സ് ആണ് നമ്മൾ വണ്ടിയിൽ വെക്കുന്നത്. അപ്പോൾ വെതർ അനുസരിച്ച് നമ്മളത് ഇടും. പിന്നെ അത് ചൂടായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളത് പിന്നെ ജാക്കറ്റ്സ് ഇങ്ങനെ ഊരും. അപ്പോൾ അങ്ങനെ ലെയറിങ് ആയിട്ടാണ് മോസ്റ്റ്ലി നമ്മൾ ഈ വിൻ്ററിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഡ്രസ്സ് ഇടുന്നത്. 2, 3, 4 ഒക്കെ ഇടും. അപ്പോൾ തണുപ്പും മഴയുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ വിൻഡുണ്ടോ അപ്പം അതെല്ലാം ഇങ്ങനെ വരുമ്പോഴത്തേനും ഈ തണുപ്പിനെ ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. മഴയുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ വിൻഡും ഉണ്ട്, എല്ലാം കൂടി വരുമ്പോഴത്തേനും തണുപ്പ് ഭയങ്കരമായിട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന വേറൊരു വെസ്റ്റാണിത്. ഇതെനിക്ക് വൈറ്റിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത് ഇതാണ്. വേണ്ട, ഇതിങ്ങനെ സിപ്പർ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ വരും. വേറെ ഒരു ടോപ്പ് ഗ്രീൻ കളറാണ്, നമ്മുടെ മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയൂല അങ്ങനെ. ഇത് ലെയിൻ ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വിൻ്ററിൽ തൊപ്പി വെക്കാനായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതുമായിട്ട് ക്രീം കളറുമായിട്ട് കറക്റ്റ് ചെയ്ത് അതിനകത്ത് ചെറിയ ബീഡ്സ് ഡിസൈൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര വിൻ്ററി ലുക്ക് ആവില്ല, കുറച്ചിങ്ങനെ എന്താ പറയുന്നത്, കുറച്ചൊരു രസമാണ്. അങ്ങനെ ഒരു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇങ്ങനെ മുത്തൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ദിസ് വൺ ഐ ലൈക്ക് വെരി മച്ച്. ഫുൾ സ്ലീവ് ഉണ്ട്. ആൻഡ് ദെൻ ഇറ്റ്സ് എ ലോങ് വൺ. അപ്പോൾ ഇതെല്ലാം വിൻ്റർ വെയർ ആയിട്ടോ ഞാൻ കാണിക്കുന്നത്. കാരണം ഞാൻ കൂടുതൽ വിൻ്റർ വെയർ മാത്രമാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ കോസ്കോ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന ഒരു ഹുഡി ആൻഡ് ജോഗർ സെറ്റ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ട്രിപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടിയിലിരിക്കുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാൻ, ലോങ് ഡേയുടെ ഒരു ട്രിപ്പാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് അവിടെ വരെ എത്താനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഇട്ടിട്ട് പോവാം. വണ്ടിയിലിരിക്കുമ്പോൾ നല്ല കോസി ആയിട്ട് ഇരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പെയർ ഓഫ് ഡ്രസ്സാണ്. ഇതും JC Penney നിന്ന് എടുത്തതാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ്. ഇത് ഗ്രീൻ കളറ് പിന്നെ ഒരു ബ്ലൂ കളറ്. അപ്പോൾ ഇത് രണ്ടും നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് മാറി ഇടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്, ഡിഫറെൻറ്റ് കളേഴ്സിൽ തന്നെ. പിന്നെ എനിക്ക് എല്ലാ ഡിസൈൻസൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈൻസിൻ്റെ 1-2 കളേഴ്സ് അങ്ങ് എടുത്തു. അപ്പം അങ്ങനെ ഞാൻ എടുത്ത് വേറൊരു ജാക്കറ്റാണ് ഈ ജാക്കറ്റ്. അപ്പോൾ ഈ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഇല്ലാത്ത കളറൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചാണ് ഇത്. അപ്പോൾ ഇതും കഴിഞ്ഞ് പിന്നെ ഞാനൊരു ബ്ലാക്ക് കളറിൽ ജസ്റ്റ് അങ്ങനെ ഒരു ബ്ലാക്ക് കളർ ടോപ്പ്, ഒരു ബ്ലാക്ക് വൈറ്റ് ഓഫ് വൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ അടുത്ത് എപ്പോഴും വേണമല്ലോ. അപ്പോൾ അതങ്ങനെ മോശമാകുമ്പോൾ ബ്ലാക്ക് പുതിയത് മേടിക്കും, ഒരു സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ബ്ലാക്ക് ടോപ്പ്, പിന്നെ ജസ്റ്റ് അങ്ങനെ ഒരു കാഷ്വലായിട്ടൊക്കെ ഇടാൻ പാകത്തിന് ഒരു ബ്ലൂ ടോപ്പ് വെറുതെ. അപ്പോൾ അങ്ങനെ ഒരു ബ്ലൂ ടോപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഷോപ്പുകളിൽ നിന്ന് മേടിച്ച ടോപ്പുകളും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട്. ഇനി ഓൺലൈനിലാണ് മേടിച്ചത്. ഓൺലൈനിൽ ക്ലോത്ത്സ് അധികമായിട്ട് വാങ്ങിയിട്ടില്ല, ബാക്കിയുള്ള സാധനങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് കാണിക്കാനായിട്ട് വേറൊരു കാര്യമുണ്ട്. ഞാനൊരു കോസ്മെറ്റിക്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യത്തെ മാതിരി നേരത്തെയൊക്കെ നമുക്ക് ബ്രാൻഡഡ് ലിപ്സ്റ്റിക്കൊക്കെ ഒരുപാട് നല്ല പ്രൈസ് കുറച്ച് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സെയിൽ അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും
എന്താ പറയുക ഗിൽറോയ് ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാതെ പോരുക എന്ന് പറഞ്ഞാൽ വിഷമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തോ 1-2 സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാൻ എന്താ മേടിച്ചതെന്ന് എനിക്കിപ്പോൾ പറഞ്ഞു. ലിപ്സ്റ്റിക് എന്തായാലും ഉണ്ട്, ആൻഡ് ദെൻ മേ ബി ഹൈലൈറ്റർ ഓർ സംതിങ്, അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വായിച്ചു പോകണം, കാരണം ഞാൻ കുറച്ച് ദിവസമായി മേടിച്ച് വെച്ചുകൊണ്ട് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് എനിക്ക് ഓർമ്മ കിട്ടണില്ല. വിറ്റമിൻ എൻറിച്ച് ഫേസ് ബേസ്, അതാണ് ബ്രാൻഡ് ബോബി ബ്രൗണിൻ്റെ തന്നെയാണ്. അപ്പോൾ അത് ഞാൻ മേടിച്ച, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുമ്പം ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഷോർട്സിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതാണ്. പിന്നെ വാങ്ങിയത് മാക്കിൻ്റെ ഒരു ബ്ലഷ്, പിന്നെ ഒരു ബ്രഷ്. ഇത് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വലിയൊരു ബ്രഷ് എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അത് കാരണം അതിനെക്കാട്ടിലും ഒരു ചെറിയ ഒരു ബ്രഷ് കൂടി വന്നപ്പോഴത്തേനും ഞാൻ അത് കണ്ടപ്പോൾ അത് മേടിച്ചതാണ്. പിന്നെ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രിസി ആയിട്ടുള്ളൊരു ഹെയർ, അപ്പോൾ അത് കാരണം അത് ഫ്രിസിനെസ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഷാമ്പൂ ആൻഡ് കണ്ടീഷണറാണെന്ന് പറഞ്ഞപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചത്. എന്തായാലും ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ US-ലുള്ള ആൾക്കാർ കാണുവാണെങ്കിൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മേടിക്കാം, ഉപയോഗിക്കാം. അല്ലെങ്കിൽ വെളിയിലുള്ള ആൾക്കാർക്ക് ഇവിടെ വരുമ്പോൾ ഷോപ്പ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരു റെഫറൻസ് ഉണ്ടാവും, എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ഓരോന്നിൻ്റെയും എനിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം. അപ്പോൾ അതാണ് ബേസിക്കായിട്ടും ഈ വീഡിയോസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ. ഞാൻ ഓൺലൈൻ വാങ്ങിയ സാധനങ്ങളൊക്കെ എല്ലാം ബോക്സ് ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്തില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെയും വീഡിയോ ഞാനൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളുടെ കൂട്ടത്തിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.